ഹലോ ഗൈസ്, എല്ലാവർക്കും പത്രപാരായണത്തിലേക്ക് സ്വാഗതം. അപ്പം മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ടുകളിൽ നമുക്ക് തുടങ്ങാം. ഇന്ന് ജനുവരി 19 തിങ്കളാഴ്ച, മകരം 5. തൃശ്ശൂർ കലോത്സവം കണ്ണൂർ ഇങ്ങെടുത്തു എന്നാണ് മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ട്. പിന്നെ അതിനുശേഷം നായർ ഈഴവ ഐക്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശനെയും കോൺഗ്രസിനെയും ഉന്നമിട്ട് ജി സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശനും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാന പോയിൻ്റാണ്. വി.ഡി. സതീശനെയും കോൺഗ്രസിനെയും ഉന്നമിട്ട് ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും എന്നാണ്. യോജിച്ച് NSSും SNDPയും എന്ന് അതിൻ്റെ തൊട്ട് താഴെ സുകുമാരൻ നായരും പിന്നെ വെള്ളാപ്പള്ളിയും കൂടെ ഒരു അസ്ത്രമൊക്കെ പിടിച്ച് നിന്ന് അമ്പ് ചെയ്യുന്ന ഒരു ചിത്രവും മാതൃഭൂമി ചേർത്തിട്ടുണ്ട്. സതീശന് എതിരെ ഒരേ സ്വരം, തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അസാധാരണ നീക്കം എന്ന് അതിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട്. എസ് രാജേന്ദ്രൻ BJPയിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എസ് രാജേന്ദ്രൻ കുറേ കാലമായിട്ട് ചെറിയ ഭിന്നതയിൽ നിൽക്കുമായിരുന്നു. ഒരു തമിഴ്നാട് ചൊവ്വയുള്ള ആളാണ് എസ് രാജേന്ദ്രൻ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് തവണ ഇയാളുടെ സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ട്. CPMനെ വെട്ടിലാക്കി MLAയുടെ BJP പ്രവേശനം എന്ന് തലക്കെട്ട് ചേർത്താക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്സിൽ ലൈംഗികാതിക്രമം ആരോപിച്ച് വീഡിയോ യുവാവ് ജീവനടിക്കുന്ന പറഞ്ഞത്. അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല ന്യൂസിൽ. അത് സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പേ യുവതി കുറച്ച് ക്രിയേറ്റഡായിട്ട് കുറച്ച് മുമ്പേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. അതിൻ്റെ ആനുപാതികമായിട്ട് യുവതി കുറച്ച് നീങ്ങി നിന്ന് യുവാവിനെ അതിൽ പെടുത്തിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ ന്യൂസ് വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അതിനകത്ത് വസ്തുത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. അത് അന്വേഷണത്തിലെ വ്യക്തമാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭീകരരുമായി ഏറ്റുമുട്ടൽ, 8 സൈനികർക്ക് ശ്രീനഗറിലെ വീരമൃത്യു വരിച്ചിട്ടുണ്ട് കേട്ടോ. 8 സൈനികർ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. വിവാദ വാക്കുകളുമായി സജി ചെറിയാൻ. ഈ സജി ചെറിയാൻ ഇത് തന്നെയുള്ളൂ പരിപാടി. മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേര് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേരിലേക്കൊക്കെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. നല്ല സന്ദേശമാണ് ഈ സജി ചെറിയാൻ്റെ ഒരു പ്രസ്താവന. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം പറയേണ്ടി വരും. എന്തായാലും ഇത്രേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേര് നോക്കൂ എന്നാണ്. പൊതുവേ അവിടെ ജനസമ്പർക്കം കൂടുതലുള്ള അതിനകത്ത് സജി ചെറിയാൻ ഇത്ര ഒരുപാട് പറയേണ്ട കേസൊന്നുമില്ല. കാരണം ഒരു പ്രാദേശിക മേഖലയിലുള്ള ആരാണോ കൂടുതലായിട്ട് ജനസമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് അയാളായിരിക്കും മത്സരിക്കുക. സ്വാഭാവികമായിട്ട് അവർ ജയിക്കും. അവരുടെ നാമധേയം ഒരു സമുദായത്തിൽ പെട്ടതുകൊണ്ട് അതിനെ പ്രത്യേക രീതിയിൽ പോയിൻ്റ് ചെയ്യുന്നത് അതത്ര നല്ല സംസ്കാരമല്ല. പിന്നെ രണ്ടാമത് ആ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പേ ഇത് പറയുന്നത് ഈ കൽപ്പറ്റ കോർപ്പറേഷനിൽ ഒരാൾ ജയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ജയിച്ചൊരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ജയിച്ചപ്പോഴത്തേനും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ജയിച്ചു എന്നുള്ള പ്രത്യേകത മോഡിഫൈ ചെയ്ത് ആദിവാസികൾ എന്താ അത്ര മോശമാണ്? ആദിവാസികൾ നമ്മളെപ്പോലെ തന്നെയല്ലേ? ആദിവാസി എല്ലാം മനുഷ്യരല്ലേ? അപ്പോൾ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പോയിൻ്റാണ് ഇയാളും പറയുന്നത്. എല്ലാം ഒരേ രീതിക്കാണ് പോകുന്നത്. ഇത് LDFന് മോശമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ശബരിമല നിർണായക കണ്ടെത്തൽ, സ്വർണ്ണ കവർച്ച സ്ഥിരീകരിച്ചു. VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്ത്. പോറ്റി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളികളിൽ സ്വർണം കുറവുണ്ടായി. ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കുറവുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രധാന ഇന്ന് ഫ്രണ്ടിലെ തലക്കെട്ടുകൾ. അപ്പോൾ ഇന്ന് വിദ്യാർത്ഥികളെ പിഴിഞ്ഞ് പ്രവേശന പരീക്ഷാ ഫീസ്, കാരുണ്യയുടെ പണം ചെലവിടാൻ നിയന്ത്രണം. അപ്പം കേരളം ഉത്തരം നൽകും. എന്താണ് CPMും BJPയും പ്രചരിപ്പിക്കുന്ന വർഗീയത വെള്ളാപ്പള്ളി പറയരുത്. വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്ക് കേരളം ഉത്തരം നൽകും. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ശബ്ദം ഒന്നാണ്. ഇത് UDF ആണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലെ മാതൃഭൂമിയിലെ പ്രധാന തലക്കെട്ട്. ഓക്കെ, ബൈ ബൈ, നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.